Okay, students, last class we become familiarized with the structure of the human heart, its functioning, especially systole and diastole. Systole means contraction, diastole means relaxation, and we could see the differences between stroke volume as well as the cardiac output. Like topic, ഇപ്രാവശ്യം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോസസ്സ് കൂടിയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട സിസ്റ്റം കൂടിയുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം ഇൻക്ലൂഡ്സ് ലിംഫ് വെസൽസ് ആൻഡ് ലിംഫ് നോഡ്സ് ഓർ ഗ്ലാൻഡ്സ്. As the blood passes through the capillaries in tissues, some water and soluble substance are filtered out from the plasma to the intercellular spaces to form the tissue fluid or interstitial fluid. It has same mineral distributions as that in the plasma. നിങ്ങൾക്കറിയാം, രക്തം ബ്ലഡ് വെസൽസിലൂടെ കാപ്പിലറീസിലൂടെ ടിഷ്യൂസിൻ്റെ ഇടയിൽ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിലൂടെ കുറച്ച് വെള്ളവും അതുപോലെയുള്ള മറ്റ് സബ്സ്റ്റൻസും ഈ കാപ്പിലറി ബ്ലഡിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ട് ടിഷ്യൂവിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നെ മിനറൽ ഡിസ്ട്രിബ്യൂഷൻ ബ്ലഡിലെ പ്ലാസ്മയിലെ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണ്. അതായത് ബ്ലഡിലെ പ്ലാസ്മയിലെ കോൺസ്റ്റിറ്റ്യുവൻറ്റും ഈ ഇൻട്രസെല്ലുലാർ ഫ്ലൂയിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻറ്റും സെയിം ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് ഫോംസ് ഫ്രം ദ ബ്ലഡ്. സം ടിഷ്യൂ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ലിംഫാറ്റിക് സിസ്റ്റം ആസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ ദം ഈസ് കോൾഡ് ലിംഫ്. അങ്ങനെയുള്ള ലിംഫാറ്റിക് ഈ ഫ്ലൂയിഡ് ചിലത് ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുകയും അതിനെയാണ് പിന്നീട് ലിംഫ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഡ്രെയിൻസ് ബാക്ക് ടു ദ മേജർ വെയിൻസ്. ഇത് പിന്നീട് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോകും. ലിംഫ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് കണ്ടെയ്നിങ് ലിംഫോസൈറ്റ്സ്. അതും കൂടിയാണ് ലിംഫിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ. ലിംഫിനകത്ത് ഒരു സെല്ലുണ്ട്, ലിംഫോസൈറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ടു, ലിംഫോസൈറ്റ്സ് ബ്ലഡിനകത്തുകൊണ്ട് ഇറ്റ് ഹാസ് ദ ഇമ്മ്യൂൺ ഫംഗ്ഷൻ. ഓക്കെ, നമുക്കിവിടെ കാണാം ബ്ലഡ് കാപ്പിലറീസ് അതിൻ്റെ പിന്നെ ടിഷ്യൂസിലേക്ക് ഇതിൻ്റെ ഇടയിലൂടെ പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് വരുന്ന ഫ്ലൂയിഡാണ് പിന്നീട് ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അവിടെ ബ്ലഡ് കാപ്പിലറീസ് ടിഷ്യൂസിൻ്റെ ഇടയിലൂടെയുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നൗ ഫങ്ഷൻസ് ഓഫ് ദ ലിംഫ്. എന്തൊക്കെയാണ് ലിംഫിൻ്റെ ഫങ്ഷൻ? ഇറ്റ് ഈസ് ദ മിഡിൽ മാൻ ബിറ്റ്വീൻ ദ ലിംഫ് ആൻഡ് ടിഷ്യൂ. ദ ടേം ഓർത്തോളൂ. പിന്നെ ബ്ലഡിൻ്റെയും ടിഷ്യൂവിൻ്റെയും ഇടയിലുള്ള മിഡിൽ മാൻ ആയിട്ട് ലിംഫിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ടിഷ്യൂ ഫ്ലൂയിഡ് ഹെൽപ്സ് ടു എക്സ്ചേഞ്ച് ന്യൂട്രിയൻസ്, ഗ്യാസസ് എക്സെട്ര ബിറ്റ്വീൻ ദ ബ്ലഡ് ആസ് വെൽ ആസ് ദ സെൽസ്. രണ്ടാമത്തത്, ഇറ്റ് ക്യാരീസ് പ്ലാസ്മ പ്രോട്ടീൻ സിന്തസൈസ്ഡ് ഇൻ ലിവർ ടു ബ്ലഡ്. ലിവറിൽ സിന്തസൈസ് ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീനെ ബ്ലഡിലേക്ക് എത്തിക്കുന്നതും ഇതിലൂടെയാണ്. ട്രാൻസ്പോർട്ട് ഡൈജസ്റ്റഡ് ഫാറ്റ്സ് through the lacteals in the intestinal villi, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, ഹോർമോൺസ് എക്സെട്ര നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഡൈജഷനിൽ കിട്ടുന്ന ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡിലൂടെയല്ല, മറിച്ച് ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ്. ലാക്റ്റിയൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഈ ലാക്റ്റിയൽ എന്ന് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഉള്ളത്. ഫിൽട്രേഷൻ ഓഫ് ദ ബാക്ടീരിയ ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ്. ലിംഫ് നോഡ്സ് പ്രൊഡ്യൂസസ് WBC ആൻഡ് ആൻറ്റിബോഡീസ്. അപ്പോൾ ഇമ്മ്യൂൺ ഫംഗ്ഷനും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതാണ് മേജറായിട്ട് സംഗതി. പിന്നെ ഇനി നമുക്കൊരു ചെറിയ സബ് ടോപ്പിക് കൂടിയുണ്ട്. ദാറ്റ് ഈസ് ചില ഡിസോർഡേഴ്സ് ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം. ഡിസോർഡർ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ പ്രധാനമായിട്ട് നമുക്ക് വളരെ ബ്രീഫായിട്ട് നമുക്കത് വേണ്ടു. ഒന്ന് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ BP എന്ന് പറയും. പ്രഷർ ഓഫ് the circulating blood on the wall of the blood vessel is called blood pressure. Normal BP is 120/80 mm. നിങ്ങൾക്കറിയാം. It includes systolic pressure 120 mm mercury and diastolic pressure that is resting pressure that is 80 mm of mercury. ഇത് കൂടുമ്പോഴാണ് hypertension ഫോം ചെയ്യുന്നത്. When the blood pressure higher than the normal, it is called hypertension. If an individual repeatedly has the BP of 140/19 or above, it shows hypertension. It leads to the heart diseases and affect vital organs like brain and kidney. That is the hypertension. Okay. രണ്ടാമത്തത് കൊറോണറി ആർട്ടറി ഡിസീസസ്, CAD എന്ന് പറയും. കൊറോണറി ആർട്ടറി ഡിസീസസ് ഓർ എഥീറോസ്ക്ലിറോസിസ്. ഹിയർ കാൽഷ്യം ഫാറ്റ്, കൊളസ്ട്രോൾസ് ആൻഡ് ഫൈബ്രസ് ടിഷ്യൂസ് ആർ ഡിപ്പോസിറ്റഡ് ഇൻ കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറിയുടെ അകത്ത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന വഴി ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ഉണ്ടാകുന്നു. ഇറ്റ് മേക്സ് ദി ലുമൻ ഓഫ് ദ ആർട്ടറീസ് നെയറോ ആൻഡ് ദർ ബൈ അഫക്റ്റ് ദി ബ്ലഡ് സപ്ലൈ.
ഓക്കെ. ദെൻ തേർഡ് വൺ ഈസ് കോൾഡ് ആൻജിന. ആൻജിന പെക്ടോറിസ് എന്ന് പറയും. ആൻജിന പെക്ടോറിസ് എന്ന് പറഞ്ഞാൽ സിവിയർ ഓർ അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ആണ്. അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ഡ്യൂ ടു ഓക്സിജൻ ഡെഫിഷ്യൻസി ടു ഹാർട്ട് മസിൽസ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഇംപ്രോപ്പർ ബ്ലഡ് ഫ്ലോ. ഇറ്റ് ഈസ് കോമൺ എമംഗ് ദ മിഡിൽ ഏജ്ഡ് ആൻഡ് elderly people. Okay, that is what is called angina. Then comes the heart failure, congestive heart failure. Heart failure, it is the inability of the heart to pump blood through the to meet the need of the body. നമ്മുടെ ആവശ്യത്തിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് പറ്റാതിരിക്കുക, that is what is called heart failure. Congestion of the lungs is the main symptoms. Okay, ശ്വാസം മുട്ടുക പോലുള്ള പ്രശ്നങ്ങൾ. Then cardiac arrest. Cardiac arrest എന്ന് പറഞ്ഞാൽ everybody know it is here heart beats stop beating. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഹാർട്ട് അറ്റാക്ക് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ഹാർട്ട് ബീറ്റ്. ഈസ് ദി സഡൻ ഡാമേജ് ഓഫ് ദ ഹാർട്ട് മസിൽസ് ഡ്യൂ ടു ദി ഇൻഅഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ. ഹൃദയത്തിൻ്റെ മസിൽസിനുണ്ടാകുന്ന സഡൻ ആയിട്ട് ഡാമേജ്, അത് നശിച്ചു പോകും, പിന്നെ അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഡിസോർഡേഴ്സ് ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ. ഇത് നന്നായിട്ട് പഠിക്കുക, നോട്ട് വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്യാം, ഓരോന്നും റിപ്പീറ്റഡ് ആയിട്ട് നോക്കി പഠിച്ച് റെഡിയാക്കുക. ഓക്കെ.